+2 കഴിഞ്ഞ എല്ലാവർക്കുമുള്ള ഡൗട്ടാണ് ഏത് കോഴ്സ് പഠിക്കണം, സ്കോപ്പുള്ള ഫീൽഡ് ഏതാണ്, എന്നാൽ 100% ജോബ് പ്ലേസ്മെൻ്റ് ഉള്ള കോഴ്സ് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഓക്കെ, ലെറ്റ് ഡിസ്കസ് ടുഡേ. ഇന്ന് ഇൻഡസ്ട്രീസ് ചേഞ്ച് ആകുന്നു, മെഷീൻ സ്മാർട്ടർ ആകുന്നു, പ്രൊഡക്ഷൻ സിസ്റ്റം അഡ്വാൻസ്ഡ് ആകുന്നു. അവിടെ തന്നെയാണ് റിയൽ ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഇൻട്രൊഡ്യൂസിംഗ് അണ്ടർഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹൈ ടെക്നോളജി മാനുഫാക്ചറിംഗ്. STMicroelectronics എന്ന ഗ്ലോബൽ സെമി കണ്ടക്ടർ ലീഡർ പാർട്ട്ണർഷിപ്പ് ഡിസൈൻ ചെയ്ത പ്രോഗ്രാമാണ് ഇത്. റോബോട്ടിക്സ്, ഇലക്ട്രോണിക്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്കിൽ ഗെയിൻ ചെയ്യാൻ പറ്റും. ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ സെഷനും സ്ട്രോങ് തിയററ്റിക്കൽ ലേണിംഗും നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ഡയറക്റ്റ് ഇൻഡസ്ട്രി അലൈൻമെൻറ്റും ഉണ്ട്. സോ പ്ലേസ്മെൻറ്റും ഷുവറാണ്. യെസ്, അഫോർഡബിൾ ട്യൂഷൻ ഫീസിൽ മാൾട്ടയിൽ ഈ പ്രോഗ്രാം പഠിക്കാൻ സാധിക്കും. വൈ ഇൻ മാൾട്ട? യൂറോപ്പിൽ ഫാസ്റ്റ് ഗ്രോയിങ് ടെക്നിക്കൽ ഹബ്, സേഫ് ആൻഡ് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി കൺട്രി, ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ, കൂടാതെ ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് തന്നെ മറ്റ് ഷെങ്കൻ കൺട്രികളിലേക്ക് ട്രാവൽ ആക്സസ് ഈസിയാണ്. വൈ ദിസ് കോഴ്സ്? ഫ്യൂച്ചർ ഇൻഡസ്ട്രീസ് എല്ലാം ഓട്ടോമേഷൻ ആൻഡ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. സെമി കണ്ടക്ടർ, റോബോട്ടിക്സ്, സ്മാർട്ട് മാനുഫാക്ചറിംഗ് ഇതുപോലത്തെ ഫീൽഡിൽ സ്കിൽഡ് പ്രൊഫഷണൽസിന് ഡിമാൻഡ് കൂടുതലാണ്. അതുപോലെ തന്നെ അവിടെ IELTS മാൻഡേറ്ററി അല്ല, കൂടാതെ സ്റ്റേ ബാക്കും അവൈലബിൾ ആണ്. എലിജിബിലിറ്റി വരുന്നത് +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. കൂടാതെ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് മിനിമം 55% മാർക്കാണ് റിക്വയർഡ് ആയിരിക്കുന്നത്. ഫിസിക്സ് ആൻഡ് മാത്സ് ബാക്ക്ഗ്രൗണ്ട് പ്രിഫേർഡ് ചെയ്യുന്നത് 50% മാർക്ക്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏജ് ഫ്ലെക്സിബിൾ ആണ്. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 1 ഇയർ. കൂടാതെ ഫീസ് അപ്രോക്സിമേറ്റ് 6 lakh മാത്രമേ ആവുന്നുള്ളൂ. ഇനി നമുക്ക് ഈ കോഴ്സിൻ്റെ മൊഡ്യൂൾസിനെ പറ്റി നോക്കാം. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഇൻ മാനുഫാക്ചറിംഗ്, ഇൻട്രൊഡക്ഷൻ ടു റോബോട്ടിക്സ്, ഡിജിറ്റൽ ആൻഡ് അനലോഗ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ 3-phase, programmable logic controllers, application of pneumatics and hydraulics, maintenance and fault diagnosis, instrumentation and control, material and engineering chemistry. What you will learn? Engineering tools and equipment യൂസ് ചെയ്യാൻ, ടെക്നിക്കൽ പ്രോബ്ലം അനലൈസ് ചെയ്യാൻ, പ്രോജക്ട്സ് പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും, കൂടാതെ സിസ്റ്റം ആൻഡ് പ്രോസസ് ഡിസൈൻ ചെയ്യാനും പഠിക്കുന്നു. ഇനി ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാം? മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ റോൾ, ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ, മെയിൻ്റനൻസ് ആൻഡ് പ്രൊഡക്ഷൻ റോൾ. 100% ജോബ് പ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റീഡ് ആണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? സ്റ്റേ ബാക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് യൂറോപ്പിൽ വേറെ കൺട്രീസിലും ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാം. സോ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സ് പഠിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ടീംസ് അബ്രോഡ്.